ഇപ്പോഴത്തെ ട്രെൻഡിങ് ടോപ്പിക് വാഴയാണല്ലോ. അപ്പോൾ മൂവിയിൽ സിബ്ലിങ്സ് ബോണ്ടിനെ കുറിച്ചും ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചും ഫാദർ സൺ ബോണ്ടിനെ കുറിച്ചും ഒക്കെ പറയുന്ന സീൻസ് ഉണ്ട്. പക്ഷെ എനിക്ക് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റിയത് വാഴയിലെ അമ്മമാരെയാണ്. മൂവി സ്റ്റാർട്ട് ചെയ്ത് അവരുടെ ചെറുപ്പകാലം കാണിച്ചപ്പോൾ തന്നെ ഒരു അമ്മ എന്ന നിലയിൽ ഒരുപാട് കാര്യങ്ങൾ എന്നെ വല്ലാണ്ട് വേദനിപ്പിച്ചു. ഇതിനകത്ത് പലരും സംസാരിക്കാതെ പോയ, അതോ ഞാൻ കേൾക്കാത്തതാണോ എന്ന് എനിക്കറിയില്ല, ഞാൻ ഇതുവരെയും ഇങ്ങനെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ ആരും പറയുന്നത് കേട്ടിട്ടില്ല. അതായത് ഹാഷിറിന്റെ അമ്മയുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ. പുള്ളിക്കാരി രണ്ടാമത്തെ കുട്ടിയെ പ്രഗ്നന്റ് ആയിരിക്കുമ്പോഴാണ് പുള്ളിക്കാരുടെ ഹസ്ബൻഡ് മരിച്ചു പോകുന്നത്. റീസെന്റ് ഡെലിവറി കഴിഞ്ഞിരിക്കുന്ന ഒരു അമ്മയ്ക്ക് ഒരു സപ്പോർട്ട് സിസ്റ്റം എന്ന നിലയിൽ വേറെ ആരുമില്ല. ഇമോഷണലി സപ്പോർട്ട് ചെയ്യാനോ മെന്റലി സപ്പോർട്ട് ചെയ്യാനോ ഫിസിക്കലി അവരെയും കുട്ടിയും ടേക്ക് കെയർ ചെയ്യാനോ ആരുമില്ലാത്ത സാഹചര്യത്തിൽ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവർ ആ മുതിർന്ന കുട്ടിയെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നല്ലതാണെന്നല്ല ഞാൻ പറയുന്നത്, അതിനെക്കുറിച്ചൊരു വീഡിയോ നമ്മൾ ഇന്നലെ ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ പറയുന്നത് ആ അമ്മയുടെ മാനസികാവസ്ഥയാണ്. ആ സമയത്ത് അവർക്ക് ആകെ കൈത്താങ്ങായിട്ടുള്ളത് അവരുടെ മകനെയാണ്. അവനെ ഒരു ചെറിയ കുട്ടിയായിട്ട് കാണുന്നതിനെക്കാട്ടിലും കൂടുതൽ അവർക്കൊരു സപ്പോർട്ട് സിസ്റ്റമായിട്ട്, അവർക്കൊരു ഹെൽപ്പിംഗ് ഹാൻഡ്സ് ആയിട്ട് ആ കുട്ടി മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് അവർ ആ കുട്ടിയിൽ ഓവറായിട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. മനസമാധാനം ഇല്ലാത്ത അമ്മമാരാണെങ്കിൽ അവരുടെ പേരന്റിങ്ങിനെ അത് ഭയങ്കരമായിട്ട് ബാധിക്കും. നമ്മുടെ ചുറ്റുപാടും ഒന്ന് നോക്കിയാൽ ഫിനാൻഷ്യലി ഇമോഷണലി സപ്പോർട്ടുള്ളൊരു സ്ത്രീ ആണെങ്കിൽ കുറേയൊക്കെ അവരുടെ മെന്റൽ ഹെൽത്ത് ഓക്കെ ആയിരിക്കും. അതേസമയം കുറച്ച് ഫിനാൻഷ്യലി സ്റ്റേബിൾ അല്ലാത്ത ഫാമിലി, അല്ലെങ്കിൽ ഇമോഷണലി കണക്ഷൻ ഇല്ലാത്ത ആൾക്കാർ, അങ്ങനെയുള്ള ഫാമിലിയിലുള്ള ഒരു അമ്മയാണെങ്കിൽ അവർക്ക് ഹാപ്പി ആയിട്ട് പേരന്റിങ് ചെയ്യാൻ പറ്റില്ല. അവർക്ക് കുട്ടിയുടെ ഇമോഷൻ മനസ്സിലാക്കി റെസ്പോണ്ട് ചെയ്യാൻ പറ്റില്ല. അവരെ ആകെ തകർന്നിരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കും. എവിടെയാണ് നമുക്കൊരു ഹെൽപ്പിംഗ് ഹാൻഡ്സ് നോക്കിയിരിക്കുന്ന അവസ്ഥയിലായിരിക്കും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരിക്കലും ആ അമ്മയ്ക്ക് ആലോചിച്ച് എൻ്റെ മോൻ ഇങ്ങനെ ഫീൽ ആവും, എൻ്റെ മോൾക്ക് ഇങ്ങനെ ഫീൽ ആവും എന്ന് ആലോചിച്ച് പ്രവർത്തിക്കാൻ പറ്റില്ല. പല വീടുകളിലും അമ്മമാര് ഓവറായിട്ട് കുട്ടികളെ എടുത്ത് അടിക്കുകയും കുട്ടികളെ കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നത് അമ്മമാരുടെ മെന്റൽ ഹെൽത്ത് സ്റ്റേബിൾ അല്ലാത്തത് കൊണ്ടാണ്.